ഹിമാചൽ പ്രദേശിൽ നിന്നുള്ള വാർത്തകൾ അത്ര ശുഭകരമല്ലല്ലോ. വലിയ പ്രതിസന്ധി തന്നെയാണ് കോൺഗ്രസിൽ ഇപ്പോഴും ഉള്ളത്. മുഖ്യമന്ത്രി സുഖ്വീന്ദർ സിംഗ് സുഖുവിന്റെ അധ്യക്ഷതയിൽ മന്ത്രിസഭാ യോഗം ചേർന്നെങ്കിലും 2 മന്ത്രിമാർ ബഹിഷ്കരിച്ചു എന്ന വാർത്തകൾ വരുന്നു. 9 MLA മാർ കൂടി എതിർപ്പ് അറിയിച്ചെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ പ്രശ്നപരിഹാരത്തിന് ഏത് രീതിയിലാണ് ഇപ്പോൾ ഹൈക്കമാൻഡിന്റെ ഇടപെടൽ? വിനീത, ഈ ഹിമാചൽ പ്രദേശിലെ കോൺഗ്രസിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചു എന്ന് ഹൈക്കമാൻഡ് പറയുമ്പോഴും വലിയ പ്രതിസന്ധിയിലേക്കാണ് പാർട്ടി അവിടെ പോകുന്നത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. നേരത്തെ വിക്രമാദിത്യ സിംഗ് രാജി പിൻവലിച്ച് പാർട്ടിക്കൊപ്പം എത്തി എന്ന് പറഞ്ഞെങ്കിലും അദ്ദേഹം വിമത MLA മാരെ തിരിച്ചെടുക്കണമെന്ന ആവശ്യവുമായി രംഗത്തുണ്ട്. അദ്ദേഹം പാർട്ടി നേതൃത്വവുമായി ഇപ്പോഴും അകന്ന് തന്നെയാണ് നിൽക്കുന്നത്. അതിനിടെയാണ് ഈ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് 2 മന്ത്രിമാർ വിട്ടുനിന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജഗത് നെഗി അതോടൊപ്പം രോഹിത് ഠാക്കൂർ എന്നീ 2 മന്ത്രിമാരാണ് മന്ത്രിസഭാ യോഗത്തിൽ പ്രധാന തീരുമാനങ്ങൾ എടുക്കാൻ ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിന്നത്. അത് ഈ സഖ്യത്തിലെ വിള്ളൽ മൂലമാണ് എന്ന്, പ്രത്യേകിച്ച് കോൺഗ്രസിലെ വിള്ളൽ മൂലമാണ് എന്ന വിലയിരുത്തലാണ് ഉള്ളത്. അതോടൊപ്പം തന്നെ 9 MLA മാർ സുഖ്വീന്ദർ സിംഗ് സുഖുവിന്റെ പ്രവർത്തനങ്ങളിൽ അസംതൃപ്തരാണ് എന്നും റിപ്പോർട്ടുകൾ ഉണ്ട്. വിമത MLA ആണ് ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണം നടത്തിയിരിക്കുന്നത്. വിമത MLA രജീന്ദ്ര റാണയാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. എന്താണെങ്കിലും പ്രശ്നപരിഹാരത്തിൽ ഹൈക്കമാൻഡ് ഇടപെടൽ തുടരുകയാണ്. മല്ലികാർജ്ജുൻ ഖാർഗെ സുഖ്വീന്ദർ സിംഗ് സുഖുവുമായി സംസാരിച്ചു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. പക്ഷേ ഏത് തരത്തിൽ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയെ മാറ്റണം എന്ന ആവശ്യത്തിൽ ഇപ്പോഴും ഒരു വിഭാഗം ഉറച്ചു നിൽക്കുന്നുണ്ട് എന്നാണ് പുതിയ സംഭവവികാസങ്ങൾ കാട്ടിത്തരികയും ചെയ്യുന്നത്. മുഖ്യമന്ത്രി മാറാതെ ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം സംസ്ഥാനത്ത് ഉണ്ടാകാൻ സാധ്യതയില്ല. ഒരുപക്ഷെ സർക്കാർ താഴെ പോകാനുള്ള സാധ്യതയും ഈ ഘട്ടത്തിൽ തള്ളിക്കളയാൻ കഴിയില്ല എന്നാണ് ഈ സംഭവവികാസങ്ങൾ വ്യക്തമാക്കി തരുന്നത്. 9 MLA മാർ കൂടി പോവുകയാണ്. നേരത്തെ തന്നെ 6 MLA മാർ വിമതരായി വോട്ട് ചെയ്തിരുന്നു BJP കഴിഞ്ഞ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ. ഇവരെ 6 പേരെയും സ്പീക്കർ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. അവർ ഇതുമായി ബന്ധപ്പെട്ട കോടതിയിൽ പ്രത്യേകിച്ച് ഹൈക്കോടതിയിൽ ഈ സ്പീക്കർ നടപടി ചോദ്യം എത്തുകയും ചെയ്തിട്ടുണ്ട്. 9 MLA മാർ കൂടി വീണ്ടും സർക്കാരിന് എതിരെ വരികയാണെങ്കിൽ സർക്കാർ സ്വാഭാവികമായും താഴെ പോകുന്ന സാഹചര്യം ഉണ്ടാകും. അത് ഉണ്ടാകാതിരിക്കുന്ന നീക്കമാണ് ഹൈക്കമാൻഡിന്റെ ഭാഗത്ത് നിന്ന് ഉൾപ്പെടെ ഈ ഘട്ടത്തിൽ ഉണ്ടാകുന്നത്. ഹിമാചലിലെ പ്രതിസന്ധിയിൽ അയവില്ല.